അടൂര് കൊണ്ടുപോയി. എന്താണ് ചേച്ചി ഇവിടെ ഉണ്ടായത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി 5-6 സഹോദരങ്ങളോട് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ് ബീന ചേച്ചി. കള്ളൻ, പവിത്രൻ, അങ്ങനെ ഒരുപാട് സിനിമകളിലെ നായികയായിരുന്നു. സഹോദരങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി അവരെയൊക്കെ സെറ്റിലാക്കി. അത് കഴിഞ്ഞ് അവർക്കൊരു ഷെൽട്ടർ സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ സംഘടന അവരുടെ പേരിലുള്ള 3 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുത്തു. ആ വീട്ടിൽ അവരൊറ്റയ്ക്ക് ആയതുകൊണ്ട് അനിയത്തിയും ഹസ്ബൻഡിനെയും കൂടെ താമസിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ അവർക്ക് വേണ്ടത് ആ 3 സെൻറ്റ് സ്ഥലവും വീടുമാണ്. അപ്പോൾ അത് ഇവരുടെ കാലശേഷം അവർക്ക് കൊടുക്കാം എന്നുള്ള രീതി തന്നെയായിരുന്നു. അങ്ങനെയല്ല, നേരത്തെ അത് എഴുതി കൊടുക്കണം എന്നുള്ളൊരു വാശി വന്നപ്പം ദിവസവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർക്ക് പേടിയായി തുടങ്ങി. അങ്ങനെ അവർക്ക് ഭക്ഷണമില്ല, മരുന്നില്ല. അപ്പോൾ ഒരു 1-1.5 ആഴ്ചയായിട്ട് ചേച്ചി കണ്ടിന്യൂസ് എന്നെ വിളിക്കുക. അപ്പോൾ 2-3 തവണ ഒരു ദിവസം വിളിക്കും. എൻ്റെ ഫോൺ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചേച്ചി കരച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ചേച്ചി വല്ലതും ചെയ്താലോ എന്നുള്ളൊരു പേടി വന്നു. അപ്പോൾ അങ്ങനെ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രമുണ്ട്. അവിടെ അവർക്ക് 3-4 സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ കൊടുമണ്ണിൽ നല്ല ഒരു സ്ഥലമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അന്ന് അങ്ങോട്ടേക്ക് ചേച്ചിയെ മാറ്റാവോ എന്ന് ചോദിച്ചു. അവർ തയ്യാറായി, അവർ വന്നു. നമ്മൾ ചേച്ചിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ പരാതി ഒന്നും കൊടുത്തില്ലേ? പരാതി കൊടുത്തു. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ ചേച്ചി തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നടപടികൾ അവരാണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ അതുവരെ ചേച്ചിയെ നമുക്കിവിടെ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചേച്ചിയെ തൽക്കാലം മാറ്റുകയാണ്. ശരി.